ബൂസിരി ഇമാമ് ഇവിടെ നടത്തുന്ന ഒരു പ്രോസസ് തജ്രീദ് എന്നാ പറയല്. തജ്രീദ് എന്ന് പറയും. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച കുട്ടികൾക്കും അറബി സാഹിത്യം ഓതിയ കുട്ടികൾക്കും വേഗത്തിൽ ഈ ആശയം മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒന്ന് മെനക്കെട്ടാലും തിരിയും. ഒരാള് സ്വന്തത്തിനെ വലിച്ചൂരിയിട്ട് വേറൊരാളാക്കി പ്രതിഷ്ഠിച്ചിട്ട് വേറൊരാളോട് സംസാരിക്കുന്ന പോലെ സ്വന്തത്തിനോട് സംസാരിക്കുന്നതിനാണ് ഈ തജ്രീദ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, എന്താ അനുസമാനി ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ മതിയോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. വേറെ ആളോട് ചോദിക്കണ പോലെ നമ്മളോട് ചോദിക്കുക. ഇംഗ്ലീഷിൽ മെറ്റഫർ എന്ന് പറയാറുണ്ടല്ലോ, മജാസി ഇസ്തിആറത്തിന്. അതന്നെയാണ്. അത്തരം ടെർമിനോളജി നമുക്ക് നന്നായിട്ട് അറിയും. BA ഇംഗ്ലീഷ് പഠിച്ച കുട്ടികൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് വേഗം ഇത് ക്ലബ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കൂ, ബൂസിരി ഇമാമിനെ കോടതിയിൽ കയറ്റിയിട്ട് ചോദിക്കുക, അമിൻ തദക്കുർ ജീറാനി ബി സലം മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. അല്ല ബൂസൂരി, ഭയങ്കര കരച്ചിലാണല്ലോ, പെരും കരച്ചിലാണല്ലോ, എന്തു പറ്റി? എന്താ പറ്റിയത്? മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ഇപ്പോൾ കണ്ണീരിന്റെ കൂടെ വെറും വെള്ളം മാത്രമല്ലല്ലോ, രക്തത്തിന്റെ കളർ കൂടി ചേർന്ന് നിന്ന് രക്തവും കണ്ണീരും മിങ്കിളായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ പിന്നെ കരച്ചില് ഊക്ക് കൂടിയിട്ട് പിന്നെ ഇങ്ങനെ വലിച്ച് കണ്ണീര് തീരാനാവുമ്പോഴാണ് ഈ ബ്ലഡ് വരിക. വലിയുടെ കടുപ്പം കൊണ്ട് ബ്ലഡ് തന്നെ വരാൻ തുടങ്ങി. എന്താ പറ്റിയത്? ഇതിന് മാത്രം എന്തു പറ്റി? അമിൻ തദക്കുർ ജീറാനി ബി ദീസലം. ദീസലം മദീന പരിസരത്തെ അയൽവാസികളെയോ മറ്റോ ഓർത്തിട്ടാണോ ഇങ്ങനെയൊക്കെ കരയണത്? ചോദ്യത്തിന്റെ മുന്നിൽ കോടതിയിലുള്ള ബൂസൂരി സൈലന്റ്, മിണ്ടണില്ല. അപ്പൊ പുറത്തുള്ള ബൂസൂരി ചോദ്യം, നെക്സ്റ്റ് വൺ, അം ഹബ്ബത്തിർ റീഹു മിൻ തിൽഖാഇ കാലിമാ വഅൗമൽ ബർഖു ഫിൽ മാഇ മിൻ ഇളമി. അല്ല, കാലിമാ ഭാഗത്തുനിന്ന് അഥവാ മദീന ഭാഗത്തുനിന്ന് കാറ്റ് വീശിയത് കൊണ്ടാണോ ഈ കരച്ചിലൊക്കെ? ചിലപ്പോ മദീനയുടെ കഥ പറഞ്ഞിട്ടുള്ള കാറ്റായിരിക്കും. ആ കാറ്റ് കൺപോളയിൽ തട്ടുമ്പോൾ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ അബൂജഹൽ ഇരുമ്പിന്റെ പൈപ്പ് തീയിലിട്ട് ചൂടാക്കിയിട്ട് അടിനാഭിയിൽ കുത്തിക്കയറ്റിയിട്ട് ആ പൈപ്പ് പുറത്തൂടെ വരികയും പപ്പടം പൊണ്ടിക്കണ പോലെ സുമയ്യ ബീവിയെ ഉരുക്കി തീർത്ത് കൊന്നുകളഞ്ഞ കഥയെങ്ങാനും ഓർമ്മിച്ചിട്ടാണോ ഈ കരയണത്? അല്ല, അവരുടെ ഭർത്താവും അമ്മാർ തങ്ങളുടെ ഉപ്പയും ആയ യാസർ റളിയല്ലാഹു അൻഹുവിനെ ഇരുമ്പിന്റെ പ്ലേറ്റ് ചൂടാക്കി പഴുപ്പിച്ച് അതിൽ കിടത്തി മൂടുകയും അടക്കുകയും പിന്നെ അത് തുറക്കുമ്പോഴേക്ക് ഒരു ഭാഗത്ത് കൈ, ഒരു ഭാഗത്ത് കാല്, ഒരു ഭാഗത്ത് ശരീരത്തിന്റെ അവയവങ്ങൾ പറ്റിപ്പിടിച്ചിട്ട് മരിക്കാൻ പോലും സമയം കൊടുക്കാത്ത കഥകളെങ്ങാനും ഓർമ്മിച്ചിട്ടാണോ ബൂസൂരി ഈ കരയണത്? എത്താ ഇപ്പൊ മിണ്ടാതിരിക്കണത്? ഇങ്ങനെയൊക്കെ ഊക്കല് ചോദിച്ചിട്ടു. അല്ല, എന്താ പിന്നെ ചോദ്യത്തിന്റെ സ്റ്റൈൽ അങ്ങ് മാറ്റാം. നിന്റെ രണ്ട് കണ്ണിന് എന്താ പറ്റിയത്? ഒന്ന് അടങ്ങൂ, കുറച്ചൊന്നും മിണ്ടാന് സംസാരിക്കാന് ഒരു നല്ല ആംബിയൻസ് ഉണ്ടാക്കൂ എന്ന് പറയുമ്പോൾ നീ കരച്ചിൽ കൂടുതലാണല്ലോ. മിണ്ടല്ല എന്ന് കരയല്ല എന്ന് പറയുമ്പോഴാണ് നിനക്ക് കരച്ചിൽ കൂടുതൽ. നിന്നോട് എന്താ ഇപ്പൊ പറയേണ്ടത്? ആരെങ്കിലും ഓർമ്മിച്ചിട്ടാണോ? ചോദ്യങ്ങൾ ഇങ്ങനെ തുരുതുര വിട്ടെങ്കിലും കോടതിയിലുള്ള ബൂസൂരി മിണ്ടാട്ടം. നെക്സ്റ്റ്, എനിക്ക് തോന്നുന്നത് ഈ പിടുത്തം വിട്ട കരച്ചിലിന്റെ സൂചന ഇതാരോടോ പ്രേമം തലി കയറിയിട്ടുണ്ട് എന്നാണ്. ഒരു കാര്യം അങ്ങോട്ട് പറയാം, ഇനി മിണ്ടിയിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കേട്ടോളി. പ്രേമം അധിക കാലമൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അതെന്തെങ്കിലും ഒരു കാലത്ത് പുറത്തു വരും, ഉറപ്പ് പുറത്തു വരും. അതുകൊണ്ട് പ്രേമം ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്ന് പറയും. അല്ല, വേറെന്തെങ്കിലും ഓർമ്മിച്ച് മനസ്സിലിരിപ്പുണ്ടെങ്കിൽ അങ്ങനെ പറയും. അല്ലാതെ കണ്ണീരിൽ നിന്ന് ബ്ലഡ് വരണമെങ്കിൽ ഇത് എമ്മാതിരി കരച്ചില. എന്താ പറ്റിയത് ഒന്ന് പറയൂ. ലൗലൽ ഹവാ ലം തുരിഖ് ദമൻ അലാ തലലി.
ഇങ്ങനെയൊക്കെ കണ്ണീര് കവിൾത്തടത്തിൽ ഒരു രണ്ട് അടയാളങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ശരീരത്തിന്റെ കളർ മാറി, ശരീരത്തിന്റെ കോലം മാറി, മെലിഞ്ഞൊട്ടി രോഗം പിടിച്ച് ഇങ്ങനെയൊക്കെ കരയണമെങ്കിൽ പ്രേമൊന്നും അല്ലാതെ വേറെന്ത് രോഗം ഉണ്ടാവാനോ? എന്തോ ഉണ്ടോ? മിണ്ടു. നിന്റെ മിണ്ടാട്ടത്തിൽ നമുക്ക് മനസ്സിലായത് എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്കൊന്നും അങ്ങനത്തെയാണ് തോന്നുന്നത് എന്നൊരു കാര്യം അങ്ങോട്ട്. ഈ രോഗം പിടിക്കലും ഒരുപാട് നേരം കരയലും ഉറപ്പ്. രോഗവും മെലിഞ്ഞൊട്ടിലും കളവ് അറിയില്ല, അവര് സത്യസന്ധരാണ്. ആ രണ്ട് അടയാളങ്ങൾ ഉണ്ടായിരിക്കെ നിനക്ക് പ്രേമമില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി പറയും, സത്യം പറയും, മിണ്ടു മോനെ, ഇനി കുറച്ച് സോഫ്റ്റ് ആക്കാം, മിണ്ടു. ശരീരത്തിന്റെ കളറൊക്കെ യെല്ലോ കളറായിട്ടുണ്ട്. നിന്റെ മുഖം നിനക്ക് ഒറിജിനൽ കാണാൻ പറ്റാത്തതുകൊണ്ട് മുഖമൊക്കെ വിവർണായിട്ടുണ്ട്. മോന് പിടുത്തമിട്ടൊരു ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ബൂസേരി പറയുന്നത്? ചോദ്യത്തിന്റെ തുരുതുരോ ശരങ്ങൾ വന്നപ്പോൾ കോടതിയിലുള്ള ബൂസൂരി മിണ്ടാൻ തുടങ്ങി. പറയൂ. എനിക്കുണ്ട്. എന്തുണ്ട്? എനിക്ക് പ്രേമമുണ്ട്. ആ പ്രേമം ആരോടാണോ അവർ എൻ്റെ ഉറക്കത്തിൽ വന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ഉറക്കത്തിൽ വന്നു പോയാൽ കിനാവായി തീർന്നു. അതുകൊണ്ട് ഉണർന്ന് കാത്തിരിക്കല പരിപാടി. ഞാൻ ഉറങ്ങാറില്ല. നിങ്ങൾ ചോദിക്കാറില്ലേ, തിന്നലില്ലേ, കുടിക്കലില്ലേ, ഉറങ്ങാറില്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ? ഇല്ല, ഉറങ്ങാറില്ല. ആ പ്രേമം എൻ്റെ ഉറക്കിനെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഉറങ്ങാതിരുന്ന കാലുവേദന, തലവേദന, മൈഗ്രെയിന്റെ പ്രശ്നം, കാല് കടച്ചിൽ ബുദ്ധിമുട്ട്, തിന്നാതിരുന്ന ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവില്ലേ? പ്രേമം തലീക്കേറിയാൽ എന്ത് വേദന! അബൂ ദുജാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ ഉഹദിൽ ഇങ്ങനെ നിന്നിട്ട് പറയണ്ടല്ലോ, മുത്തനബി വേക്കോട്ടേക്ക് നോക്കല്ലേ, മുന്നോട്ടേക്ക് നോക്കല്ലേ, തങ്ങൾക്കെതിരെ അമ്പ് തറക്കണം, അമ്പ് വരും കണ്ടു. ഇത് പറയുന്ന സമയത്ത് ഈ പുറം ഭാഗത്ത് 70-ലധികം ദ്വാരങ്ങളിലൂടെ അമ്പ് തറച്ചിട്ട് ബ്ലഡ് വരുന്നുണ്ട്. അപ്പോഴും അബൂ ദുജാനങ്ങൾ പറയണത് നോക്കല്ലേ നബിയെ. ഇതാണ് പ്രേമം. പ്രേമത്തിന്റെ മുന്നിൽ എന്ത് വേദന! പ്രേമത്തിന്റെ മുന്നിൽ എന്ത് വേദന! സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂൽ ചോദിച്ചു, അല്ല സൗബാനെ, നിന്റെ കണ്ണിന് എന്ത് പറ്റി? മുഖത്തിന് എന്ത് പറ്റി? ശരീരം മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള സൗബാൻ ഇങ്ങനെ മെലിഞ്ഞൊട്ടിയത്? എന്ത് പറ്റിയത്? അബിക്ക മർലുൻ, നിനക്ക് രോഗമുണ്ടോ? യെസ്. എന്ത് രോഗം? എന്ത്? ദനിഫോ പ്രേമരോഗം. എന്ത് പ്രേമരോഗം? എനിക്ക് വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ തങ്ങളെ കാണാൻ വന്നു. എന്നാ പിന്നെ കാര്യമല്ല, കണ്ടല്ലോ അപ്പോരാ, പിന്നെന്ത് വേണം? എനിക്ക് ഇടക്കിടക്കായിട്ട് ഇപ്പൊ പുതിയൊരു ആലോചന. എന്താണ് ആലോചന? തങ്ങൾ വഫാത്താവും, ഞാനും മരിക്കും, തങ്ങൾ സ്വർഗത്തിൽ അത്യുന്നത സ്ഥാനത്ത് അയലാ ഇല്ലിയിലെത്തും, ഞാൻ അഥവാ സ്വർഗത്തിലെത്തിയാൽ തന്നെ സ്വർഗത്തിൽ ഒരു പോസ്റ്റ് കിട്ടും. അത് വേണ്ട. റസൂലുള്ളാഹിനെ സ്വർഗത്തുനിന്ന് കാണാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് എപ്പോ? നാളെ അല്ല, അടുത്ത റബീഉൽ അവ്വലല്ല, 10 കൊല്ലം കഴിഞ്ഞിട്ടല്ല, 100 അല്ല, 1000 അല്ല, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നബിതങ്ങൾ സ്വർഗത്തിൽ അയലാ ഇല്ലിയിലെത്തുമ്പോൾ, സൗബാന് സ്വർഗത്തിലെത്തുമ്പോൾ തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ട് കുറെ കാലം ഇപ്പുറത്തുനിന്ന് വീട്ടിലെ മൂലക്കിരുന്നിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ കുമ്പസരിക്കല പരിപാടി. ഈ പ്രേമം എന്തൊരു പ്രേമം നോക്കി, എന്തൊരു സൗന്ദര്യമുള്ള പ്രേമം നോക്കി, എന്തൊരു രസമുള്ള! ഇങ്ങനെ ഒരാൾക്ക് റസൂലുള്ളാഹിനോട് പ്രേമമുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ ലവ് അഫെയർ ഉണ്ടാവുക? അയാൾക്ക് എങ്ങനെ തോന്നുക? നമുക്ക് ബൂസൂരി ഇമാമിലേക്ക് തന്നെ തിരിച്ചു വരാം. എനിക്കുണ്ട്, പ്രേമമുണ്ട്. പ്രേമം തലയിൽ കയറിയ വേദനയൊന്നും ഉണ്ടാവില്ലേ? പിന്നെ നിങ്ങളോട് അങ്ങോട്ട് പറയാം, കുറെ നേരം ഇങ്ങോട്ട് തുരുതുരാ ചോദ്യങ്ങൾ. വെറും ചോദ്യം കേൾക്കാൻ മാത്രമല്ലല്ലോ, ഞാൻ അങ്ങോട്ട് കുറച്ച് കാര്യം പറയാം. യാ ലാഇമി ഫിൽ ഹവൽ ഉദ്രിഹി മഅദിറതൻ മിന്നി ഇലൈക വലൗ അൻസഫ്ത ലം തലുമി. എനിക്ക് ഉള്ള പ്രേമേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ മിണ്ടൂല. ഇത് അനുഭവിച്ചറിയേണ്ടതാണ്. എന്താണ് ഈ സുന്നികൾക്കൊക്കെ പറ്റിയെന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ ചോദിച്ചു.
ഓർക്ക് ചുക്ക് അറിയാം. എടോ, അനുഭവിച്ചറിയേണ്ടത് അനുഭവിച്ചിട്ട് തന്നെ അറിയേണ്ടതാ. എല്ലാം പ്രാക്ടിക്കൽ തിയറി അല്ല പഠിക്കേണ്ടത്. പ്രേമം തലി കേറിയാൽ നിനക്ക് ഈ പ്രേമത്തിന്റെ ഒരു അംശം കിട്ടിയോക്കണം. തിരിച്ച് ഭൂസൂരിന്റെ വർത്താന കിട്ടിയോക്കണം. അന്ന് തലുമി, നീ ഒന്നും മിണ്ടൂല, ഒരാക്ഷേപവും നിനക്കുണ്ടാവില്ല. എന്റെ ഈ ലോകം ഉണ്ടല്ലേ, ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം ഒന്ന് നിങ്ങൾക്ക് കിട്ടി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ലോകത്തിന്റെ മനോഹാരിത. പിന്നെ നിങ്ങൾ നിരന്തരമായിട്ട് ശരിക്ക് തിന്നണേ, കുടിക്കണേ, കുറച്ചൊക്കെ ശരീരത്തിനെ നോക്കണേ, ഉറക്കൊഴിയല്ലേ, കുറച്ചൊക്കെ ഫുഡ് കറക്റ്റ് കഴിക്കണേ, ആരോഗ്യ മാസിക ഈ അടുത്ത് അങ്ങനെ ഇത്ര മണിക്കൂർ കറക്റ്റ്, അതൊക്കെ നിങ്ങളുടെ ഉപദേശം തെറ്റാണെന്ന് എനിക്ക് വാദമില്ല. SSF-ലും SYS-ലൊക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ ചിലരോട് ഗുണകാംക്ഷയോടുകൂടി പലരും പറയും കുറച്ചൊക്കെ ശരിക്കും നോക്കണം, തടിയെ കുറച്ചൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറയും. അങ്ങനെ ഇങ്ങനെ തടിനെല്ലാം പൂജിച്ചിട്ട് നിൽക്കുമ്പോ മരിക്കും. അപ്പോഴേക്ക് എന്തെങ്കിലും വേണം. കൻസുലുലമ ചിത്താരി ഉസ്താദ് 6 ഓപ്പറേഷനും കഴിഞ്ഞിട്ട് മൂത്രം തന്നെ ശരിക്കും ഒഴിക്കാൻ പറ്റാതെ പൈപ്പും കോയലൊക്കെ ഇട്ടിട്ട് കന്തൂറിന്റെ അടിയിൽ അതൊക്കെ ഇങ്ങനെ ടൈറ്റ് ഫിറ്റ് ആക്കിയിട്ട് അബുദാബിയിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് മുത്താലിമീങ്ങൾക്ക് ഫുഡ് കൊടുക്കാന്. വയ്യാതായിട്ടും മഹാനായ കാന്തപുരം ഉസ്താദ് ഈ ഉമ്മത്തിന് വേണ്ടി ഓട്ടത്തിലാ. ആരോഗ്യം നോക്കണേ, കുറച്ചുറക്കൊഴിയണേ എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ കാലം എപ്പോഴാ ഒരു നിർമ്മാണാത്മകമായ കാര്യങ്ങൾ ചെയ്യാ. ഭൂസരിമാമ തിരിച്ചു പറയുന്ന ഒരു വർത്താനുണ്ട്. എന്താ വർത്താനം എന്നറിയാം? നിങ്ങൾ പറയുന്ന ഉപദേശം അടിപൊളി, നല്ല ഉപദേശം. പ്രേമം തലയിൽ കയറിയാൽ പിന്നെ ആക്ഷേപങ്ങളൊന്നും കേൾക്കൂല. ഹിജാബ് ഇട്ട മോളോട് ആദ്യം ട്രോൾ ഉണ്ടാവില്ല ഫാമിലി, മൂടിപ്പൊച്ചിട്ടെന്നെ നടന്നോട്ടാ എന്നൊക്കെ പറഞ്ഞു. കേൾക്കരുത് മോനെ, ഏത് അലിക്കട്ടെ എന്നൊക്കെ മുത്താലിങ്ങളെ വിളിക്കും. മെയിൻ്റെ ആക്കരുത്. ഓ, നീയപ്പ ഭയങ്കര സൂഫിയായി പോയത്, മുടിയെല്ലാം ഫുള്ള് മുറിച്ചല്ല, തൊപ്പിയെല്ലാം ഉണ്ടല്ലോ എന്ന് നിന്നോട് ക്യാമ്പസിൽ നിന്ന് ചോദിക്കും. ഇന്നൽ മുഹിബ്ബ അനിൽ ഉസ്സാലി ഫീ സമമി. പ്രേമം തലി കയറിയാൽ മഹബത്തിന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെവിയിലുള്ളത് കൊണ്ട് പുറത്തുള്ള ഒരു അനാവശ്യവും കളിയാക്കലും ട്രോളും കേൾക്കൂല. എത്ര ട്രോള് വരുന്നുണ്ട് പ്രസംഗത്തിന്റെ കമന്റുകളിൽ. അതുകൊണ്ട് എന്താ പരിപാടി? അതിനെന്താ നമ്മൾ മൈൻഡ് ചെയ്യണ്ടേ? നമ്മുടെ ദീനി പ്രവർത്തനത്തിന് എത്ര പരിഹാസങ്ങൾ വരും. അതെന്തിനാ നമ്മൾ മൈൻഡ് ചെയ്യണത്? മൈൻഡ് ചെയ്യരുത്. ഈ ഒരു ലോകത്തേക്ക് നമുക്ക് നടന്നു നീങ്ങാൻ പറ്റണം.